അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളിന്ന് മക്രൂഹാത്തുൽ വുളു ആണ് ചർച്ച ചെയ്യുന്നത്. വുളുവിൻ്റെ കറാഹത്തുകളാണ്. കറാഹത്ത് എന്ന് പറയുമ്പം ഒഴിവാക്കൽ, നല്ല കാര്യങ്ങൾ ഒഴിവാക്കിയാലാണ് കൂലി കിട്ടുക. ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടൂല, പക്ഷേ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. വുളുവിൽ ഒരുപാട് കറാഹത്തുകളുണ്ട് ഒഴിവാക്കേണ്ടതായിട്ടുള്ള. യുക്റഹു ഫിൽ വുളുഇ തർക്കു ശൈഇൻ മിന തസ്മിയത്തി വൽ മൽമലത്തി വൽ ഇസ്തിൻഷാഖി വത്തയാമുനി വൽ വിലാഇ വദ്ദൽകി വതഖ്ലീലി കസീഫിൽ ലിഹിയത്തി വൽ ആരിൽ. അതായത് വുളുവിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇനി പറയാൻ പോകുന്നത് ഒഴിവാക്കൽ കറാഹത്താണ്. ഒഴിവാക്കാൻ പാടില്ല, അതൊക്കെ ചെയ്യണം. ഒന്ന് തസ്മിയത്ത്, ബിസ്മി ചൊല്ലുക, അതെന്തായാലും ചെയ്യേണ്ടതാണ്, ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ വൽ മൽമലത്തി വൽ ഇസ്തിൻഷാഖി, വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചേറ്റലൊന്നും ഒഴിവാക്കരുത്. വത്തയാമുൻ, വലത്തേതിനെ മുന്തിക്കുക, ആദ്യം വലത് കൈ പിന്നെ ഇടത് കൈ, ആദ്യം വലത് കാൽ പിന്നെ ഇടത്, അപ്പോൾ വലത്തും ഇടത്തും ഉള്ളത് വലത്തും മുന്തിക്കുക, അത് ഒഴിവാക്കാൻ പാടില്ല. വൽ വിലായി, തുടർച്ചയായിട്ട് ചെയ്യുക. ഒന്ന് കൈ കഴുകുന്നു, എന്നിട്ട് പിന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നു, ഇങ്ങനെ കാല് കഴുകുന്നു, അങ്ങനെയല്ല, തുടർച്ചയായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വദ്ദൽക്കി, തേച്ച് കഴുകുക. അവയവം ഇത്തിരി തേച്ച് കഴുകണ്ടേ, വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ തേച്ച് കഴുകണം. അതുപോലെ തന്നെ തഖ്ലീലി കസീഫിൽ ലിഹിയത്തി വൽ ആരിൽ, തിങ്ങിയ താടി, ഇടത്താടിയൊക്കെ കൈകൊണ്ട് തിക്കകറ്റുക. ഇത്രയും സുന്നത്തുകൾ, ഇതൊക്കെ സുന്നത്താണ്. ഈ സുന്നത്തുകൾ ഒഴിവാക്കൽ കറാഹത്താണ്. എല്ലാ സുന്നത്തും ഒഴിവാക്കൽ കറാഹത്താവില്ല. അതേസമയം വുളുഇൽ ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ ഒഴിവാക്കൽ കറാഹത്താണ്. അതുപോലെ തന്നെ തുക്റഹുൽ ഇസ്തിയാനത്തു ബി ഗൈരി ഉദ്രിൻ, ഒരു കാരണമില്ലാതെ വേറൊരാളെ സഹായം ചോദിക്കുക, ആ വെള്ളം തൊടുത്താ, ആ പൈപ്പ് ഒന്ന് തുറന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സഹായം ചോദിക്കുക, അത് കറാഹത്താണ്. അതുപോലെ തന്നെ സിയാദത്തു അല സലാത്ത്, മൂന്നിലധികം ചെയ്യുക. 3 തവണ ചെയ്യലല്ലേ സുന്നത്തുള്ളൂ. കൈയായാലും കാലായാലും മുഖമായാലും 3 തവണ കഴുകേണ്ടതുള്ളൂ. അതിലപ്പുറം കഴുകൽ കറാഹത്താണ്. വൻ നഖ്സു അൻഹ, 3-ലേക്കാൾ ചുരുങ്ങലും കറാഹത്താണ്. 1-ലോ 2-ലോ ഒക്കെ ഒതുക്കുക, അതും കറാഹത്താണ്. വഗസ്ലു ബാത്തുനിൽ ഐനി, കണ്ണിൻ്റെ ഉള്ള് കഴുകുക, അത് കറാഹത്താണ്. കാരണം കണ്ണെന്ന് പറഞ്ഞാൽ വളരെ ലോലമായ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അതിലിങ്ങനെ 5 നേരം വുളു എടുക്കുന്ന ആൾ കണ്ണ് കഴുകാൻ നിന്നാൽ കണ്ണ് ഫ്യൂസായി പോകും, അതുകൊണ്ട് കണ്ണടിച്ചു പോകും. അതുകൊണ്ട് കണ്ണിൻ്റെ ഉള്ളിൽ കഴുകൽ ഒഴിവാക്കേണ്ടതാണ്, കറാഹത്താണ്. ഇസ്ലാമിൻ്റെ ഒരു ആരോഗ്യ സങ്കല്പം കൂടെ ഇതിൻ്റെ അകത്ത് നമ്മൾ ആലോചിക്കണം. അതുപോലെ തന്നെ വൽ ഇസ്രാഫു ഫിൽ മായി, വെള്ളം അമിതമായി ചെലവഴിക്കുക, അത് കറാഹത്താണ്. ഇൻകാന ഗൈറ മൗഖൂഫിൻ, അത് വഖഫ് ചെയ്ത വെള്ളം അല്ലെങ്കിലാണ് കറാഹത്ത് എന്ന് പറഞ്ഞത്. അപ്പം ഇതിന് വഖഫ് ചെയ്തതാണെങ്കിൽ ഇത് ഹറാമാവും. കാരണം വുളുവിന് വേണ്ടി വഖഫ് ചെയ്ത വെള്ളം വുളു എടുക്കാനേ പറ്റുള്ളൂ, നമ്മളെ കുട്ടികളിക്കുള്ളതല്ല. അതുകൊണ്ട് വെള്ളം വഖഫ് ചെയ്യാത്തതാണെങ്കിൽ വെള്ളം അധികം ഉപയോഗിക്കൽ കറാഹത്താണ്. അതേസമയം വഖഫ് ചെയ്ത വെള്ളമാണെങ്കിൽ അധികം ഉപയോഗിക്കൽ ഹറാമും ആയി മാറും. വസിവാക്കു തൂലൻ ഫിൽ അസ്നാൻ, അതുപോലെ തന്നെ പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ വീതിയിലാണ് പല്ലിൽ തേക്കുക, അല്ലേ, നാവിൽ നീളത്തിലും. നേരെ ഓപ്പോസിറ്റ് ചെയ്യുക, അത് കറാഹത്താണ്. പല്ലിൽ വീതിയിൽ താഴ്ന്ന മേലേക്ക് അങ്ങനെ ഇങ്ങനെയും ചെയ്യുക. രണ്ട് ഭാഗത്തും മുറിവ് വരും. അതുപോലെ തന്നെ വറലൻ ഫിൽ ലിസാനി, നാവിൽ നേരെ തിരിച്ചും ചെയ്യുക, ഇതൊരു കറാഹത്താണ്. അതുപോലെ മുബാലഗത്തു സ്വാഇമി ഫിൽ മൽമത്തി വൽ ഇസ്തിൻഷാഖ്, നോമ്പുകാരനായ ആള് വായിൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിലൊക്കെ എക്സ്ട്രാ ചെയ്യുക, കുറച്ച് അധികം ചെയ്യുക, ഒരു സമാധാനം കിട്ടുമേ. അപ്പോൾ ഇത് കറാഹത്താണ്, ഒഴിവാക്കണം. അപ്പോൾ സിവാഖുഹു ബഅദ സവാൽ, നോമ്പുകാരനായ ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കലും കറാഹത്ത് തന്നെയാണ്. അപ്പോൾ സലാസത്തുൽ അഖീറത്തു തുക്റഹു മുത്തലക്കൻ, അതായത് അവസാനം പറഞ്ഞ മൂന്നെണ്ണം എന്ന് പറഞ്ഞാൽ പല്ല് തേക്കൽ, അതുപോലെ തന്നെ പല്ല് വീതിയിലും നാവ് നീളത്തിലും തേക്കുക എന്നുള്ളതും, നോമ്പുകാരനയാൾ മളുമലത്ത് ഇസ്തിൻഷാഖ് കൂടുതൽ ചെയ്യുക എന്നുള്ളതും, ഉച്ചയ്ക്ക് ശേഷം പല്ല് തേക്കുക എന്നുള്ളതും എപ്പോഴും കറാഹത്ത്. അത് വുളുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലായ്പ്പോഴും കറാഹത്ത് തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാടില്ലാത്ത വെള്ളത്തിൽ, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ നിന്നും വുളു എടുക്കുക, അത് കറാഹത്താണ്. കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ വുളു എടുക്കുകയൊക്കെ ചെയ്യുക, കുറേ ഉണ്ട്, വലിയ തടാകം പോലെയാണ് അല്ലെങ്കിൽ വലിയ ഹൗലാണ്, കുഴപ്പമില്ല. അതേസമയം കുറച്ചേ ഉള്ളൂ, ആകെ ഒരു 200 ലിറ്റർ കറക്റ്റാണ്, അതിൽ നിന്നൊക്കെ വുളു എടുക്കൽ കറാഹത്താണ്, ശരിയാവും. ഓക്കെ. അതുപോലെ തന്നെ വയുക്റഹു മിനൽ മായി അശ്ശദീദുൽ ഹർരി വൽ ബർദ്, ശക്തമായ ചൂടും ശക്തമായ തണുപ്പും ഉള്ള വെള്ളത്തിൽ നിന്നും വുളു എടുക്കൽ കറാഹത്താണ്. വൽ മുഷമ്മസു ഫി ഇനാഇൻ മുൻതബിയൻ, തുറന്നിട്ട പാത്രത്തിൽ നിന്നും, ശക്തമായ ചൂടുള്ള പ്രദേശത്ത് ചൂടുള്ള പാത്രത്തിൽ നിന്നും തുറന്നിട്ട പാത്രത്തിൽ നിന്നൊക്കെ വുളു എടുക്കൽ കറാഹത്താണ്. കൽ ഹദീദി, ഇരുമ്പിൻ്റെ പാത്രം, മന്നുഹാസി, ചെമ്പിൻ്റെ പാത്രം, വർ റസോസ്, പിച്ചളയുടെ പാത്രം, ഇതൊക്കെ ചൂടിനെ ആഗിരണം ചെയ്യുന്ന പാത്രങ്ങളാണ്. അതുകൊണ്ട് ചൂടുള്ള പ്രദേശത്ത് ഖുത്രിൻ ഹാരിൻ, ചൂടുള്ള പ്രദേശത്ത് ഫി വക്തിൻ ഹാരിൻ, ചൂടുകാലത്ത് അതിൽ നിന്നും വുളു എടുക്കൽ കറാഹത്ത, കാരണം അത് നമ്മളെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്നുള്ളത് കൊണ്ടാണ്.
വയഹറുമു തത്വഹീറു ബിമാഇൻ മഗ്സൂബിൻ. അതുപോലെ തന്നെ കവർച്ച ചെയ്ത മോഷ്ടിച്ച വെള്ളം കൊണ്ട് ശുദ്ധീകരണം ചെയ്യുക, ഉളുവായാലും കുളിയായാലും എന്തായാലും അത് ഹറാം തന്നെയാണ്. മാഇൻ മുസബ്ബലിൽ ഷുർബ്, കുടിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്യപ്പെട്ട വെള്ളത്തിൽ നിന്നും പിന്നെ ഉളു എടുക്കുക എന്നുള്ളത് കറാഹത്താണ്. നേരത്തെ പറഞ്ഞതൊക്കെ കറാഹത്തല്ല, ഹറാമാണ്. ഉളു ഉളു ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണെങ്കിലും അത് കുടിക്കാൻ വേണ്ടി ഒരാൾ വഖഫ് ചെയ്ത വെള്ളമാണെങ്കിൽ അതിൽ നിന്നും ഉളു എടുക്കുക എന്നുള്ളത് ഹറാമാണ്. അതുപോലെ തന്നെ പിന്നെ മോഷ്ടിച്ച വെള്ളത്തിൽ നിന്നും ഉളു എടുക്കുമ്പോൾ അതും ഹറാമായി.